ആദ്യമായി ഈ പരിശുദ്ധ അമ്മ പ്രത്യക്ഷപ്പെട്ട ഈ പുണ്യമായ അൾത്താരയിൽ കയറി സാക്ഷ്യം പറയുവാൻ എന്നെ അനുഗ്രഹിച്ച എൻ്റെ അമ്മ മാതാവിനും എൻ്റെ ഈശോയ്ക്കും കോടാനുകോടി നന്ദി. എൻ്റെ പേര് വിജയമ്മ. ഞാൻ വരുന്നത് കോട്ടയം ജില്ലയിലെ പുതുപ്പള്ളി എന്ന സ്ഥലത്ത് നിന്നാണ്. ഞാൻ 2022 ഡിസംബർ 19 തീയതിയാണ് ഞാനിവിടെ ഉടമ്പടി എടുക്കുന്നത്. എനിക്ക് അമ്മ മാതാവ് വഴി ഒത്തിരി അനുഗ്രഹങ്ങൾ എനിക്കിത് കിട്ടി. പിന്നെ എനിക്ക് പ്രധാനപ്പെട്ട സാക്ഷ്യം, എൻ്റെ ഞരമ്പിന് വലിയ ബ്ലോക്കായിരുന്നു. ഞാനിങ്ങനെ നിൽക്കുമ്പോൾ ഞാനിങ്ങനെ ആടി യാത്ര ചെയ്യുമ്പോഴെല്ലാം വീഴാനായിട്ട് പോകുമായിരുന്നു. അപ്പോൾ എനിക്കിത് അറിയത്തില്ല എന്താണെന്ന് ഇങ്ങനെ വരുന്നതെന്ന്. അപ്പം ഇങ്ങനെ തെറിച്ച് പോകുന്ന ഒരു അനുഭവം ഞാൻ 6 മാസമായിട്ടുണ്ടായിരുന്നു. ഞാനത് ശ്രദ്ധിക്കുന്നില്ല, അതുമായിട്ട് അങ്ങ് കൊണ്ട് നടക്കുമായിരുന്നു. വണ്ടിയെ കയറുമ്പോഴൊക്കെ പേടിയായിരുന്നു. പിന്നെ ഞാൻ മാതാവിൻ്റെ കാശുരൂപം പിടിച്ചുകൊണ്ടാണ് വണ്ടിയിലൊക്കെ കയറുന്നതൊക്കെ. അങ്ങനെ ഞാൻ ഡോക്ടറെ കാരിത്താസ് ഹോസ്പിറ്റലിൽ ചെന്ന് ഡോക്ടറെ കണ്ടപ്പോൾ അവർ ന്യൂറോയെ കാണിക്കാൻ പറഞ്ഞു. ന്യൂറോ പറഞ്ഞ് പിന്നെ ഒരു ടെസ്റ്റ് ചെയ്യണം ഞരമ്പിൻ്റെ എന്ന് പറഞ്ഞ് ആ ടെസ്റ്റ് അവരവിടെ ചെയ്തു. ചെയ്ത് കഴിഞ്ഞപ്പോൾ അവർ പറഞ്ഞ് എൻ്റെ തുടയുടെ കൈക്കും കാലിൻ്റെ തുടയുടെ അവിടുന്ന് താഴോട്ട് ഞരമ്പിനകത്ത് ബ്ലഡ് ഓട്ടം തീരെ കുറവാണ്. അതുകൊണ്ട് കുറേ മരുന്നുകൾ കഴിക്കണമെന്ന് പറഞ്ഞു. അവിടുന്ന് കുറേ മരുന്നുകളല്ല, ഒത്തിരി മരുന്നുകൾ എനിക്ക് ഗുളികകൾ 10,000-2,000 രൂപയുടെ തന്നു വിട്ടു. 1 മാസം കഴിച്ചു വരണമെന്ന് പറഞ്ഞു. ഞാൻ പിന്നെ അത് കഴിച്ച് വീട്ടിൽ കൊണ്ടുവന്ന് കുറേ കഴിച്ച് കഴിഞ്ഞപ്പോൾ എനിക്ക് അങ്ങനെ കുറവായിട്ടൊന്നും തോന്നിയില്ല. അപ്പം ഞാനൊരു ഓർത്ത് എൻ്റെ അമ്മ മാതാവിൻ്റെ ഉടമ്പടി തൈലവും വിശുദ്ധ ഉടമ്പടി തൈലവും ഉപ്പും തേനും ഉണ്ടല്ലോ, പിന്നെ ഞാൻ എന്തിനാ ഈ ഗുളിക കഴിക്കുന്നവർ, ഞാൻ ഈ ഗുളികയെല്ലാം അങ്ങ് മാറ്റി വെച്ചിട്ട് ഞാൻ രാവിലെ കുളിച്ചിട്ട് അമ്മയുടെ ഉടമ്പടി തൈലം എൻ്റെ നെറ്റിക്ക് തലയിലെ കുരിശ് വരയ്ക്കും, ഉച്ചയ്ക്ക് കുരിശ് വരയ്ക്കും. അപ്പം എന്നിട്ട് ഞാൻ ഈ തൈലവും വായിൽ തൊട്ട് തേനും ഉപ്പും കഴിച്ച് ഞാൻ എല്ലാം വിശ്വാസ പ്രമാണം ചൊല്ലി ഇതെല്ലാം കഴിക്കും. അങ്ങനെ കഴിച്ച് ഇപ്പം എനിക്ക് നല്ല മാറ്റമുണ്ട്. അതുകൊണ്ട് എനിക്ക് ഒരു ബുദ്ധിമുട്ടും തോന്നുന്നില്ല യാത്ര ചെയ്യാനും ഒന്നും. അല്ലെ എനിക്ക് എങ്ങോട്ടും പോകാൻ പേടിയാണ്, വീഴുമോ എന്നുള്ളൊരു ഭയമായിരുന്നു. അപ്പം അതൊത്തിരി എൻ്റെ അമ്മ മാതാവ് എനിക്ക് മാറ്റിത്തന്നു. അതുപോലെ തന്നെ ഞാൻ വീട്ടിലെ പരിപ്പടുപ്പേ കുക്കറിനകത്ത് വെച്ച് ഞാൻ അവിടെ നിൽക്കുമ്പോൾ ഇങ്ങനെ ചീറ്റാനായിട്ട് ഇത് ഭയങ്കര ബുദ്ധിമുട്ട് പോലെ ഇങ്ങനെ നിൽക്കുക. അപ്പം ഞാൻ ഇതെന്നാന്ന് പറഞ്ഞു. അപ്പം എനിക്ക് പെട്ടെന്നൊരു ഫോൺ കോൾ ഇങ്ങനെ വന്ന് ഞാൻ ആ ഫോണിരിക്കുന്ന മുറിയിലോട്ട് ഞാൻ ഓടിപ്പോയി ഫോൺ ചെയ്തുകൊണ്ടിരിക്കും. പടക്കം പൊട്ടുന്ന പോലെ ഒരു സ്വരം അടുക്കളയിൽ നിന്ന് കേട്ടു. ഞാൻ ഓടി വന്ന് നോക്കുമ്പോൾ ഞാൻ ആ നിന്ന സ്ഥലത്ത് ആ കുക്കറിൻ്റെ വെയിറ്റ് മേലോട്ട് തെറിച്ച് പോയിട്ട് അവിടെ മുഴുവൻ അങ്ങ് ആ പരിപ്പ് ഞാൻ നിന്നിടത്ത് കുക്കർ മറിഞ്ഞ് ഞാൻ നിന്ന സ്ഥലത്തോട്ട് ആ പരിപ്പ് അവിടെ മുഴുവൻ അങ്ങ് തെറിച്ച് വീണു. അപ്പം എനിക്ക് പരിപൂർണ്ണ വിശ്വാസമുണ്ട് എൻ്റെ അമ്മ മാതാവ് പെട്ടെന്ന് ആ ഫോൺ കോളിൻ്റെ രൂപത്തിൽ എന്നെ അവിടുന്ന് മാറ്റിയാൽ വലിയൊരു അപകടം എൻ്റെ ദേഹത്തോടെ കുക്കർ വീഴത്തുള്ളൂ. ഇപ്പോഴും ആ പരിപ്പ് ഭിത്തിയിലെല്ലാം തെറിച്ച പാട് ഇപ്പോഴും കിടക്കും. അതുപോലുള്ള ഒരു ഇതായിരുന്നു എനിക്കൊരു ഇത്. അങ്ങനെ എൻ്റെ അമ്മ മാതാവ് എന്നെ അനുഗ്രഹിച്ചു. പിന്നെ എൻ്റെ മകന് അലർജിയുടെ രോഗം ഉണ്ടായിരുന്നു. എപ്പോഴും ഈ ഇതുപോലെ പിന്നെ ചുമ കഫം ഇങ്ങനെ തൊണ്ടയ്ക്ക് വന്ന് ഇങ്ങനെ കുത്തി നിൽക്കുമായിരുന്നു. അപ്പോൾ ഞാൻ ഇവിടുത്തെ അമ്മയുടെ വിശുദ്ധ തൈലവും ഉപ്പും എല്ലാം അവന് ഭക്ഷണത്തിൽ ചേർത്ത് കൊടുക്കുക, അവന് നല്ല ആശ്വാസം കിട്ടുകയും ചെയ്തു. അത് അങ്ങനെ പിന്നെ നിരവധിയായിട്ടുള്ള അനുഗ്രഹങ്ങൾ എനിക്ക് എൻ്റെ അമ്മ മാതാവ് തന്നിട്ടുണ്ട്. അതുപോലെ തന്നെ സാമ്പത്തികമായിട്ട് ഒത്തിരി എൻ്റെ അമ്മ എന്നെ സഹായിച്ചു. എനിക്ക് ഒത്തിരി സാമ്പത്തിക ബുദ്ധിമുട്ടുള്ള ഒരാളായിരുന്നു ഞാൻ. ഭയങ്കര ബുദ്ധിമുട്ടില്ലായിരുന്നു. അതൊക്കെ ഇവിടെ ഒന്ന് ഉടമ്പടി എടുത്തു കഴിഞ്ഞാൽ എൻ്റെ അമ്മ മാതാവ് എനിക്കിപ്പോൾ എത്ര എന്നെ സാമ്പത്തികമായിട്ട് ഉയർത്തിയെന്ന് എനിക്ക് തന്നെ ഓരോ ദിവസവും എനിക്കത് നല്ലതായിട്ട് കടബാധ്യതകളെല്ലാം എല്ലാം തീർത്തു. എനിക്ക് എൻ്റെ അമ്മ മാതാവ് നല്ല ഭവനം തന്നു, യേശുപ്പായും മോനും ജോലി തന്നു. അങ്ങനെ എന്നെ നിരവധി ദിവസം കൊണ്ട് അമ്മ എന്നെ അനുഗ്രഹിച്ച് നിൽക്കും. അതിന് എത്ര കോടി നന്ദി അമ്മയോട് പറഞ്ഞാലും എനിക്ക് തീരത്തില്ല. കിണറ്റിൽ ഞങ്ങൾക്ക് വെള്ളം അങ്ങ് വറ്റുമായിരുന്നു. അപ്പോൾ ഒട്ടും വെള്ളം കാണുകയില്ല അടിക്കാൻ. പാളക്കുടിക്കകത്ത് മാത്രമുള്ളൂ. ഞാനിവിടെ ഉടമ്പടി എടുത്തു കഴിഞ്ഞാൽ അമ്മയുടെ ഉടമ്പടി ഉപ്പ് ഞാൻ വിശ്വാസ പ്രമാണം ചൊല്ലി ഞാനത് ആ കിണറ്റിൽ ഇട്ടു. 1-4 കഴിഞ്ഞ് ഞാൻ ചെന്ന് നോക്കുമ്പോൾ ഒരു കിണർ വെള്ളം അതിനകത്ത്. അതിപ്പം ഇന്ന് വരെ ആ വെള്ളം വറ്റിയിട്ടില്ല. ഇപ്പോഴും ഞങ്ങൾക്ക് ഇഷ്ടം പോലെ അടിക്കാനും എല്ലാം വേറെ ആൾക്കാർ കോരാനും ഒക്കെ വരുന്നുണ്ട്. അതുകൊണ്ട് ഞങ്ങൾക്ക് ഒരു ബുദ്ധിമുട്ടും വെള്ളത്തിനും വരുന്നില്ല.
വരുന്നില്ല. അങ്ങനെ ഒത്തിരി അനുഗ്രഹങ്ങൾ പറയാനാണ് എനിക്ക് അമ്മ മാതാവ് ഈശോപ്പായും തന്ന അനുഗ്രഹങ്ങൾ ഇത്രയൊന്നും പറഞ്ഞാൽ എനിക്ക് പറ്റത്തില്ല. അതുപോലെ തന്നെ എനിക്ക് പിന്നെ അത് ഉടമ്പടി വെക്കാത്ത എനിക്ക് തയ്യക്കടയാണ്. ഞാനാണ് 3-4 തയ്യക്കാരെയൊക്കെ ഇരുത്തി ഞാൻ തയ്പ്പിച്ചുകൊണ്ടിരുന്ന. എന്നാൽ ഇപ്പോൾ എനിക്ക് തന്നെ തോന്നി ഞാൻ തന്നെ അങ്ങ് തയ്ച്ചാൽ മതിയല്ലോ. അങ്ങനെ എനിക്ക് തയ്യലാണേലും ഞാൻ പ്രായമുള്ളതാണേലും ഇഷ്ടം പോലെ തയ്യൽ എനിക്ക് കിട്ടും. ഞാൻ തയ്ക്കുന്ന ഒരു തുണി പോലും മോശമാണ് ആരും പറയത്തില്ല. അതുപോലെ എനിക്ക് തയ്യൽ കിട്ടി. ഞാൻ തന്നെ ചെയ്യുക. കുറച്ച് ഇഷ്ടം പോലെ വരുന്നുണ്ട്. ഞാൻ എൻ്റെ സമയം കണ്ടെല്ലാം തയ്ച്ചു കൊടുക്കും. എന്നിട്ട് ഞാൻ കടയിലിരുന്നു അച്ഛൻ്റെ ഉടമ്പടി ധ്യാനവും സാക്ഷ്യങ്ങളും എല്ലാം ഞാൻ കേട്ടോണ്ടിരുന്ന തയ്ക്കുന്നത്. പിന്നെ എൻ്റെ പ്രേക്ഷിത പ്രവർത്തനം എന്ന് പറഞ്ഞാൽ ഞാൻ ഇവിടുന്ന് എല്ലാ മാസവും വന്ന് 4 കെട്ട് പത്രം ഞാനും മോളും കൂടെ മേടിച്ചുകൊണ്ട് പോയി ഞങ്ങൾ വണ്ടി കയറി ദൂരെ സ്ഥലങ്ങളിലോട്ട് പോയി ഞങ്ങൾ കൊടുക്കുന്ന. അവിടെ എങ്ങും അടുത്ത് കൊടുക്കത്തില്ല. എന്നിട്ട് റെയിൽവേ സ്റ്റേഷനിലും ബസ് കയറാൻ സ്റ്റാൻഡിലും ഒക്കെ പോയി നിന്ന് അതെല്ലാം കൊടുത്തേച്ചാൽ ഞാനും മോളും വരത്തുള്ളൂ. അതുപോലെ തന്നെ ക്യാൻസർ വാർഡിൽ പോയി അവർക്ക് പത്രം കൊടുക്കും. എന്നിട്ട് അവർക്കെല്ലാം പൊതിച്ചോറ് കിട്ടി ഞാൻ കൊടുക്കും. എന്നിട്ട് അവരുടെ എല്ലാം നമ്പർ ഞാൻ എഴുതിക്കൊണ്ട് വന്ന് ആർക്കാ പൈസയ്ക്ക് അത്യാവശ്യമെന്നുള്ളത് ഞാൻ എന്നിട്ട് അവർക്ക് ഗൂഗിൾ പേ ചെയ്ത് കൊടുക്കും. എനിക്ക് പോകാൻ പറ്റുന്നിടമൊക്കെയാണ് ഞാൻ അവർക്ക് പോയി കൊണ്ട് കൊടുക്കും. അല്ലേ ഞാൻ കടയുള്ളതുകൊണ്ട് എനിക്ക് എപ്പോഴും ഇറങ്ങി പോകാൻ മേല. അതുകൊണ്ട് എല്ലാവർക്കും അങ്ങനെ കൊടുക്കും. അങ്ങനെ ഞാൻ നിരവധി പേർക്ക് ഞാൻ പ്രേക്ഷിത പ്രവർത്തനം പിന്നെ വൃദ്ധസാനത്തിൽ ഞാനും മോളും കൂടെ പോയി അവർക്ക് ഒരു നേരത്തെ 3 വൃദ്ധസാനം ഞങ്ങളുടെ അടുത്തുണ്ട്. അവിടെയൊക്കെ പോയി അവരുടെ കൂടെ കുറച്ച് നേരം ഇരുന്നിട്ട് അവർക്ക് ഒരു നേരത്തെ ഭക്ഷണത്തുള്ള ആഹാരം കൊടുത്ത് അവരുടെ കൂടെ ഞങ്ങൾ ഇരിക്കും. പിന്നെ അതുപോലെ തന്നെ വേറെ വൃദ്ധസാനങ്ങൾ 2 അടുത്ത് പോയി അവർക്ക് ഭക്ഷണത്തിനുള്ള പൈസ കൊടുക്കും. പിന്നെ ഒരു ക്യാൻസറുള്ള കൊച്ച് അതിവിടെ ഉടമ്പടി എടുത്തുണ്ട്. അതിന് ക്യാൻസർ 4ാം സ്റ്റേജ് ആയിരുന്നു. അപ്പോൾ ആ കൊച്ചിൻ്റെ അമ്മ എന്നോട് പറഞ്ഞു അവരെ സഹായിക്കണം. ഞാൻ പിന്നെ അതിനിപ്പോൾ കീമോ ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ കീമോ അവർ ഗുളികയാക്കിയാണ് വെച്ചിരിക്കുന്നത്. അപ്പോൾ ആ കൊച്ചിന് എല്ലാ മാസവും ഞാൻ എന്നെ കഴിയുന്ന പൈസ പിന്നെ എനിക്കറിയാവുന്നവരോടൊക്കെ ഞാൻ പറഞ്ഞ് ആ കൊച്ചിൻ്റെ അവരുടെ അക്കൗണ്ടിലോട്ട് പൈസ ഇട്ട് കൊടുക്കും. പിന്നെ ഞാൻ വേറൊരു രോഗിയും ഇപ്പം പൈസ കൊടുത്ത് സഹായിക്കുന്നുണ്ട്. പിന്നെ ഞാൻ ഒത്തിരി പേരോട് ഞാൻ പറഞ്ഞിട്ടുണ്ട് ഇവിടെ വന്ന് ഉടമ്പടി. പിന്നെ എൻ്റെ കടയുടെ തൊട്ടപ്പുറത്ത് ഒരു ചെറുക്കൻ ഒരു പയ്യനുണ്ടായിരുന്നു. അതിനിങ്ങനെ കടബാധ്യതയായിട്ട് അത് കടയൊക്കെ നിർത്തിപ്പോയി. അതിന് ഭയങ്കര കടബാധ്യത കേസ് വന്നു. ഞാൻ അതിനോട് പറഞ്ഞു ഇവിടെ വന്ന് ഉടമ്പടി എടുക്കുക അമ്മ മാതാവ് എല്ലാം മാറ്റിത്തരുമെന്ന്. ആ കൊച്ചു വന്ന് ഉടമ്പടി എടുത്തു. അതിനെന്നിട്ട് ഇപ്പോൾ അതിൻ്റെ കടബാധ്യതയും കേസും എല്ലാം മാറി. അതിപ്പോൾ അതിൻ്റെ ഭാര്യയുടെ കൂടി അങ്ങ് UK പോയി. പിന്നെ ഒരു നേഴ്സ് കൊച്ച് ഞാനിവിടെ വന്ന് പറഞ്ഞു അമ്മയുടെ അടുത്ത് പോയി പ്രാർത്ഥിക്കുക കൊച്ചിന് ജോലി കിട്ടും. അത് മന്ദിര ഹോസ്പിറ്റലിൽ ജോലി. ഞാൻ പറഞ്ഞു പുറത്ത് പോയിട്ട് അതിന് വീട് വേണം. എന്നോട് ഒരു ആൻറ്റി എനിക്ക് വീട് വേണം, എനിക്ക് ഒരു നല്ല വീട് വേണമെന്ന് പറഞ്ഞ് ഞാൻ പറഞ്ഞു മാതാവിൻ്റെ അടുത്ത് പ്രാർത്ഥിക്കുക ഉടമ്പടി എടുക്കുക അമ്മ വീടെല്ലാം തരും, പുറത്ത് പോകാനുള്ള വഴി അമ്മ ഒരുക്കത്തിൽ. ആ കൊച്ച് ഇവിടെ വന്ന് ഉടമ്പടി എടുത്തില്ല, മാതാവിനോട് പ്രാർത്ഥിച്ച്. ആദ്യം തന്നെ ഈശോയ്ക്കും അമ്മ മാതാവിനും നന്ദി പറയുന്നു. എൻ്റെ പേര് രേഷ്മ. ഞാൻ ഡിഗ്രി കഴിഞ്ഞ് 3-4 വർഷം വീട്ടിൽ വെറുതെ ഇരുന്നപ്പം എന്തെങ്കിലും പ്രൊഫഷണലായിട്ടുള്ള കോഴ്സ് പഠിക്കണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പം ഞാൻ ആദ്യമേ അമ്മയുടെ ഉടമ്പടിയിലായിരുന്നു നിന്നത്. അത് കഴിഞ്ഞ് അന്ന് ഇവിടെ ഒരു കുടുംബത്തിൽ ഒരാൾക്ക് മാത്രമേ ഉടമ്പടി എടുക്കാൻ പറ്റത്തുള്ളായിരുന്നു. പിന്നെ കുറേ നാൾ വന്നപ്പം ഒരു കുടുംബത്തിൽ 2 പേർക്ക് എടുക്കാമെന്നുള്ള നിയമം വന്നപ്പം അമ്മ എന്നോട് പറഞ്ഞു ഉടമ്പടി വന്നെടുക്കാൻ. അങ്ങനെ ഞാൻ ഇവിടെ സെപ്റ്റംബർ 2023 വന്ന് ഉടമ്പടി എടുത്തു. അപ്പം ഞാൻ അഡ്മിഷൻ്റെ ഏതെങ്കിലും ഒരു സ്കൂളിൽ ടീച്ചിങ്ങിന് ഒരു അഡ്മിഷൻ കിട്ടണമെന്ന് ഞാൻ നിയോഗം വെച്ചായിരുന്നു. അതിൻ്റെ ഫലമായിട്ട് ഞങ്ങൾ രാവിലെ പിറ്റേ ദിവസം പത്രം കൊടുക്കാൻ പോകുന്നതിൻ്റെ അന്ന് രാവിലെ ഒരു സ്കൂളിൽ നിന്ന് തന്നെ വിളിച്ചു. അഡ്മിഷൻ റെഡി ആയിട്ടുണ്ടെന്ന് പറഞ്ഞു. ചേരാൻ താല്പര്യമുണ്ടോ എന്ന് ചോദിച്ചു. അപ്പം ഞങ്ങൾ പിറ്റേ ദിവസം വന്ന് ചേർന്നു. അങ്ങനെ മാതാവിൻ്റെ അനുഗ്രഹത്താൽ എനിക്ക് അഡ്മിഷൻ കിട്ടി. ഞാൻ TTCക്കായിരുന്നു അഡ്മിഷൻ നിയോഗം വെച്ചത്. അത് കഴിഞ്ഞ് ഞങ്ങൾക്ക് എക്സാം ഉണ്ടായിരുന്നു, ഫസ്റ്റ് ഇയറിലെ എക്സാം. ഞാനൊരു ആവറേജ് സ്റ്റുഡൻ്റ് ആയിരുന്നു. എക്സാം ഉണ്ടായിരുന്നു ഞങ്ങൾക്ക് ഫസ്റ്റ് ഇയറിലെ. അപ്പം അത് വലിയ ടഫായിട്ടുള്ള എക്സാം ആയിരുന്നു. 3 വിഷയമായിരുന്നു. അപ്പം ഞാൻ നിയോഗത്തിൽ വെച്ചിട്ടുണ്ടായിരുന്നു 3 വിഷയക്കും നല്ല മാർക്കോടെ പാസ്സാക്കണമെന്ന്. ഞാൻ എക്സാമിന് പോകുമ്പം മാതാവിൻ്റെ കാശുരൂപമായിട്ടാണ് പോയിരുന്നത്. പിന്നെ മാതാവിൻ്റെ ഉപ്പ് ഞാൻ കൊണ്ടുപോയായിരുന്നു. ഞങ്ങളുടെ ക്ലാസ്സിലെ പിള്ളേർക്കെല്ലാം ഉപ്പും കൊടുക്കുമായിരുന്നു. പിന്നെ എക്സാം കഴിഞ്ഞിട്ട് ഞങ്ങൾ മാതാവിൻ്റെ ഉപ്പ് ആൻസർ ഷീറ്റിൽ ഇട്ടിട്ട് തൈലവും പരട്ടിയിട്ടാണ് ആൻസർ ഷീറ്റ് കൊടുത്തിരുന്നത്. അതിൻ്റെ ഫലമായിട്ട് റിസൾട്ട് വന്നപ്പോൾ മാതാവ് എന്നെ നല്ല മാർക്ക് നൽകി അനുഗ്രഹിച്ചു. ഒരു സബ്ജക്റ്റ് ടോപ്പറാക്കി മാതാവ് എന്നെ അനുഗ്രഹിച്ചു. പിന്നെ അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ ടീച്ചിങ് പ്രാക്ടീസ് ഉണ്ടായിരുന്നു. അത് ഭയങ്കര പാടാണത്. അപ്പം ഞങ്ങൾ പോകുമ്പം ഓരോ സ്കൂളിലും
സ്കൂളിൻ്റെ മൂലയ്ക്ക് മാതാവിൻ്റെ ഉപ്പിട്ട് പ്രാർത്ഥിച്ചിട്ടാണ് ടീച്ചിങ് തുടങ്ങുന്നത്. അതിൻ്റെ ഫലമായിട്ട് നല്ല രീതിയിൽ ടീച്ചിങ് കഴിഞ്ഞു. അത് കഴിഞ്ഞ് ഞാൻ ജോലിക്ക് വേണ്ടി മാതാവിനോട് വെച്ചായിരുന്നു. പഠിച്ച് ഇറങ്ങിയ ഉടനെ തന്നെ ഒരു ജോലിക്ക് വേണ്ടി ഞാൻ നിയോഗത്തിൽ 6ാമത്തെ പുതുക്കലിൽ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പം ഇൻ്റർവ്യൂവിന് കുറേ സ്കൂളുകളിൽ ബയോഡേറ്റ കൊടുത്തായിരുന്നു. അപ്പം ആദ്യത്തെ സ്കൂളിൽ തന്നെ ആദ്യമായിട്ട് എന്നെ ഒരു സ്കൂളിൽ നിന്ന് വിളിച്ചു. അവിടെ ഞാൻ ഇൻ്റർവ്യൂവിന് പോയി. ആ ഇൻ്റർവ്യൂവിന് പോയപ്പം അവിടെ സ്കൂളിൽ ഞാൻ ഉപ്പിട്ട് പ്രാർത്ഥിച്ചു. മാതാവിൻ്റെ ഉപ്പ് കഴിക്കുകയും ചെയ്തു. അതിൻ്റെ ഫലമായിട്ട് അന്ന് തന്നെ വൈകിട്ട് അവരെന്നെ വിളിച്ചു പറഞ്ഞു ജോലി കിട്ടിയെന്ന്. അപ്പം മാതാവ് എന്നെ ഒരു ഞങ്ങളുടെ വീടിൻ്റെ അടുത്ത് തന്നെ ഒരു സ്കൂളിൽ തന്നെ CBC സ്കൂളിൽ ടീച്ചറായിട്ട് മാതാവ് എന്നെ ജോലി തന്ന് അനുഗ്രഹിച്ചു. പിന്നെ പ്രേക്ഷിത പ്രവർത്തനമായിട്ട് ഞങ്ങൾ പത്രം വാങ്ങിച്ച് മെഡിക്കൽ കോളേജിലും പിന്നെ ദൂര സ്ഥലങ്ങളിലൊക്കെ കൊണ്ട് കൊടുക്കുമായിരുന്നു. പിന്നെ മാസത്തിൽ 2 ആഴ്ച രോഗികളെ കാണാൻ പോകുമായിരുന്നു. അവർക്ക് തൈലം പരട്ടി കൊടുക്കും. പിന്നെ അമ്മ എൻ്റെ കയ്യിൽ പൈസ തന്നുവിടും. ഞാൻ അത്രയ്ക്ക് അത്യാവശ്യമുള്ള രോഗികൾക്കൊക്കെ ചായ വാങ്ങാനായിട്ടുള്ള പൈസയൊക്കെ കൊടുക്കുമായിരുന്നു. പിന്നെ ബൈബിള് ഞാൻ അരമണിക്കൂർ കൂടുതലും ഇപ്പോൾ വായിക്കുന്നുണ്ട്. നേരത്തെ അരമണിക്കൂർ കഷ്ടിച്ചേ വായിക്കത്തുള്ളായിരുന്നു. ഇപ്പം നന്നായിട്ട് അരമണിക്കൂർ കൂടുതൽ വായിക്കാൻ തുടങ്ങി. പിന്നെ അച്ഛൻ്റെ ഡെയിലി ബ്രീഡ് എന്നും കാണും, ഷെയർ ചെയ്യും. അച്ഛൻ്റെ ഉടമ്പടി ധ്യാനം എന്നും എല്ലാ ചൊവ്വാഴ്ചയും കാണും, അത് ഷെയർ ചെയ്യും. സാക്ഷ്യം ഷെയർ ചെയ്യും. ഇത്രയൊക്കെ അനുഗ്രഹങ്ങൾ തന്ന മാതാവിന് നന്ദി പറയും. യെശയ്യാ പ്രവാചകൻ്റെ പുസ്തകം 49-ാം അധ്യായത്തിൽ 16-ാം തിരുവചനം അരുളി ചെയ്യുന്നു, ഇതാ നിന്നെ ഞാൻ എൻ്റെ ഉള്ളം കയ്യിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു. ഇന്ന് വിജയമ്മ സോമനും രേഷ്മ സോമനും ഇവിടെ ഉടമ്പടിയിൽ അമ്മയും മകളും തങ്ങളെ നയിക്കുന്ന ഉള്ളം കയ്യിൽ കാത്തു സംരക്ഷിച്ച് തങ്ങളെ വഴി നടത്തുന്ന ദൈവം, സത്യദൈവത്തെ തിരിച്ചറിഞ്ഞ് ആ ദൈവത്തിൻ്റെ വഴികളിൽ ഇപ്പോൾ വർഷങ്ങളായി ഉടമ്പടി എടുത്ത് ജീവിക്കുന്ന ഈ കുടുംബം എങ്ങനെയാണ് കർത്താവിൻ്റെ കരങ്ങളിൽ പിടിച്ച് പരിശുദ്ധ അമ്മയോട് ചേർന്ന് തങ്ങളുടെ സ്വർഗത്തിലേക്കുള്ള യാത്ര തുടരുന്നത് എന്നുള്ളതാണ് നമുക്ക് കേൾക്കുവാൻ കഴിഞ്ഞത്. ഒരിക്കലും മറ്റുള്ളവരെ സഹായിക്കുവാനോ അല്ലെങ്കിൽ ഇപ്പോൾ ഇവിടെ പറഞ്ഞതുപോലെയുള്ള കാരുണ്യ പ്രവർത്തനങ്ങൾ, വൃദ്ധസദനങ്ങൾ സന്ദർശിക്കുക, അവർക്ക് വേണ്ടി സമയമെടുക്കുക, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ തങ്ങളുടെ ജീവിതത്തിൽ പലരും ചെയ്യാത്ത കാര്യങ്ങൾ, അതെല്ലാം ഉടമ്പടിയുടെ ഭാഗമായിട്ട് വരുമ്പോൾ പിന്നീട് അതെല്ലാം ജീവിതത്തിൻ്റെ തന്നെ ഒരു ഭാഗമായിട്ട് മാറുകയാണ്. അങ്ങനെ തങ്ങൾക്ക് ഒത്തിരിയേറെ കൃപകൾ ലഭിച്ചതായിട്ടാണ് ഈ മക്കളിവിടെ സാക്ഷ്യപ്പെടുത്തുക. അമ്മ തനിക്ക് കിട്ടിയ രോഗസൗഖ്യം, അതുപോലെ തൻ്റെ കുടുംബത്തിൽ താൻ പ്രാർത്ഥിച്ച ഓരോ കാര്യങ്ങളും, തനിക്ക് മക്കളുടെ കാര്യമായാലും കിണറ്റിലെ വെള്ളം, അതുപോലെ അപകടങ്ങളിൽ നിന്നുള്ള സംരക്ഷണം, 3 വർഷമായി താനൊന്നും പഠിക്കാതെ വീട്ടിലിരുന്ന് തനിക്ക് പഠനത്തോട് ഉള്ള ആ ഒരു തടസ്സം, അല്ലെങ്കിൽ പഠിക്കുവാനായിട്ട് പോകാൻ പറ്റാത്ത അവസ്ഥ, ഇതൊക്കെ പിന്നീട് ഈ മകളും ഉടമ്പടി എടുത്തതിന് ശേഷം എങ്ങനെയാണ് അതൊക്കെ മാറ്റം വരുന്നത്. അങ്ങനെ ഏറ്റവും നല്ല രീതിയിൽ പിന്നീട് തൻ്റെ പഠനം ആരംഭിക്കുവാനും ഉടമ്പടി താനും എടുത്തു. അതിനുശേഷം പഠനം ആരംഭിച്ച് ഇന്ന് നല്ല വിജയം കരസ്ഥമാക്കി. താൻ പഠിച്ചിറങ്ങിയ ഉടനെ തന്നെ തനിക്കൊരു ജോലി ലഭിച്ചു. എല്ലാറ്റിനും നന്ദി പറയുമ്പോൾ അമ്മയോടൊത്ത് താനും എങ്ങനെയാണ് ഉടമ്പടി ജീവിതം ആദ്യമേ തൊട്ട് നയിച്ചതെന്നും ഇന്നിപ്പോൾ ഈ മക്കൾ തിരുവചന വായന, അതായത് ദൈവവചനം വായിച്ച് അതിലൂടെയൊക്കെ ദൈവത്തെ മഹത്വപ്പെടുത്തുവാനും ദൈവത്തിൻ്റെ സ്വരത്തെ തങ്ങളുടെ ജീവിതത്തിലേക്ക് ഏറ്റെടുക്കുവാനുമൊക്കെ ഇന്ന് അക്രൈസ്തവരായ കുടുംബങ്ങളും ശ്രദ്ധിക്കുന്നു എന്നുള്ളതാണ് നാം ഈ സാക്ഷ്യത്തിലൂടെയെല്ലാം മനസ്സിലാക്കേണ്ടത്. അങ്ങനെ തനിക്കും തൻ്റെ കുടുംബത്തിനും കിട്ടിയ എല്ലാ കൃപകൾക്കും ഈ മക്കൾ നന്ദി പറയുമ്പോൾ ഇവരുടെ ജീവിതമാണ് ഇവരെ ഈ കൃപകൾ കൊണ്ട് നിറയ്ക്കുവാനും, അതായത് തങ്ങൾ എടുത്ത ഉടമ്പടി, ആ ഉടമ്പടിയിലെ വാഗ്ദാനം അത് ഏറ്റവും സത്യസന്ധമായും വിശ്വസ്തമായും പാലിക്കുവാനായിട്ട് ഈ കുടുംബം നോക്കുകയാണ്. പ്രത്യേകിച്ച് ഈ അമ്മയും മകളും അങ്ങനെ പലരെയും ഇവിടെ കൊണ്ടുവരുന്നു, പലർക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നു, മധ്യസ്ഥ പ്രാർത്ഥന നടത്തുന്നു. തങ്ങൾ ഷെയർ ചെയ്തു കൊടുക്കുന്ന
ബഹുമാനപ്പെട്ട VP ജോസഫ് അച്ഛൻ്റെ ഡെയിലി ബ്രെഡ് പ്രെയർ, അതുപോലെ ഉടമ്പടി ധ്യാനം, ഓരോന്നും തീഷ്ണതയാണ് ഈ മക്കൾ കാണിക്കുക ഓരോന്നിലും. അതൊക്കെ തന്നെയാണ് ഇന്ന് അമ്മ പ്രത്യക്ഷപ്പെട്ട ഈ അൾത്താരയിൽ വന്ന് നിന്ന് സാക്ഷ്യം പറയുവാൻ ഇവരെ യോഗ്യരാക്കിയത്. എന്നും ദൈവത്തോട് ചേർന്ന് നിന്നുകൊണ്ട് നമുക്കും ജീവിതം തുടരാം. ഉടമ്പടി എടുത്തു എന്നതുകൊണ്ട് മാത്രമായില്ല, ഉടമ്പടി നാം ജീവിക്കണം. ഏറ്റവും വിശ്വസ്തയോടെ ഉടമ്പടി ജീവിക്കുവാനുള്ള കൃപയാണ് നമുക്ക് വേണ്ടത്. അപ്പോഴാണ് നമ്മുടെ യോഗ്യതയല്ല, കർത്താവിൻ്റെ കൃപയാണ് നമുക്കെല്ലാം നേടിത്തരുന്നത് എന്നുള്ള ഉടമ്പടിയുടെ ആ പ്രധാനപ്പെട്ട ഘടകം നമ്മുടെ ജീവിതത്തിൽ നമുക്ക് കൂടുതൽ വ്യക്തമായിട്ട് മനസ്സിലാക്കുവാൻ കഴിയുക. നമുക്ക് കരങ്ങളടിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്താം. ഈശോയ്ക്കും അമ്മയ്ക്കും നന്ദി പറയാം. അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം. ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാകുക.